നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റിയൽ അനാലിസിസ് 2ൻ്റെ തേർഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ പ്രൊപ്പോസിഷൻ 2 വരെ ചെയ്തു. ഇനി അടുത്തത് പ്രൊപ്പോസിഷൻ 2ന് ശേഷം എന്താണെന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒന്ന് രണ്ട് നൊട്ടേഷൻസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് പറയാൻ പോവാണ്. ആദ്യം ഡിഫറൻസിയേഷൻ ഓഫ് മോണോട്ടോൺ ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഡിഫറൻസിയേഷൻ ഓഫ് മോണോട്ടോൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ ഹെഡിങ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഫസ്റ്റ് ഡെഫിനിഷനാണ് ദ കളക്ഷൻ സ്ക്രിപ്റ്റ് എഫ് ഓഫ് ക്ലോസ്ഡ് കോമ ബൗണ്ടഡ്. ഡെഫിനിഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബൗണ്ടഡ് ഡീജനറേറ്റ് എന്നല്ല വരേണ്ടത്, നോൺ ഡീജനറേറ്റ് എന്നാണ് കേട്ടോ വരേണ്ടത്. ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ്. ഇവിടെ ബൗണ്ടഡ്, ഇവിടെ നിങ്ങൾക്ക് നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽസ്. Bounded non-degenerate intervals is said to cover a set E in the sense of Vitali, provided for each x belongs to E and epsilon greater than 0, there exists I belongs to script f that contains x and length of I less than epsilon. അപ്പോൾ ആദ്യം പറഞ്ഞത് നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽസ് എന്നാണ്. ഈ നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒരു ക്ലോസ്ഡും ബൗണ്ടഡ് ഇൻ്റർവെൽ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് വി ഹാവ് ഗോട്ട് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ സി കോമ ഡി. അതൊരു ക്ലോസ്ഡും ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ് എങ്കിൽ അതിനെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ സി കോമ ഡി. ഇത് നമുക്ക് കണ്ടറിയാലോ, ഇതൊരു ക്ലോസ്ഡും ബൗണ്ടഡും ഇൻ്റർവെല്ലാണ്. ഇതിനെ നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽ എന്ന് പറയണമെങ്കിൽ സി ഷുഡ് ബി ലെസ് ദാൻ ഡി. ഈ സി ലെസ് ദാൻ ഡി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും അതൊരു നോൺ ഡീജനറേറ്റ് ഇൻ്റർവെല്ലാണ്. സോ അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിൽ പറയാൻ പോകുന്നത് ഇവിടെ സ്ക്രിപ്റ്റ് എഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽ ഇസ് സെറ്റ് ടു കവർ എ സെറ്റ് ഇ ഇൻ ദ സെൻസ് ഓഫ് വിറ്റാലി. അതായത് വിറ്റാലിയുടെ സെൻസിൽ ഒരു നോൺ ഡീജനറേറ്റ് ഇൻ്റർവെല് ഒരു ഇ എന്ന് പറയുന്ന സെറ്റിനെ കവർ ചെയ്യും. ഒരു ക്ലോസ്ഡും ബൗണ്ടഡും ആയിട്ടുള്ള നോൺ ഡീജനറേറ്റ് ഇൻ്റർവെൽ ഇ എന്ന് പറയുന്ന സെറ്റിനെ കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ഇയിലെ ഏതൊരു എക്സ് എടുത്താലും, ഏതൊരു എക്സ് ഇയിൽ നിന്നെടുത്താലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്ക് എപ്പോഴും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനത്തെ നോൺ ഡീജനറേറ്റ് ഇൻ്റർവെല്ലില്ലേ, അതിലൊരു ഇൻ്റർവെല്ല് എപ്പോഴും ഉണ്ടാവും. ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എക്സ് എന്താവും? എക്സ് ബിലോങ്സ് ടു ഐയും ആയിരിക്കും. ലെങ്ത് ഓഫ് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോണും ആയിരിക്കും. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന കളക്ഷനെ എന്തെന്ന് പറയുന്നത്? കവർ ഓഫ് ഇ എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ നോൺ ഡീജനറേറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലുകളുടെ കളക്ഷനാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ സെറ്റിൻ്റെ കവറാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ആ സെറ്റിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ സ്ക്രിപ്റ്റ് എഫിൽ നിന്ന് എപ്പോഴും നമുക്കൊരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലായിരിക്കും. ലെങ്ത് ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോണും ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വിറ്റാലി കവറിങ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ലാസ്റ്റ് അതിൻ്റെ പ്രൂഫ് ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് രണ്ട് ഡെഫിനിഷൻ കൂടി പോവാണ്. അപ്പോൾ ഇവിടെ ഡെഫിനിഷന് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഈ നോട്ടിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഡെഫിനിഷൻ എന്നാണ്, FI ആണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ നമ്മൾ
ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ വാല്യൂസ് കിട്ടുന്നത് റിയൽ ആയിരിക്കും അല്ലേ? നമ്മുടെ എഫ് ഫ്രം എ ടു ആർ ആയിരിക്കും ഫംഗ്ഷൻ വാല്യൂസ് റിയൽ ആയിരിക്കും. അതായത് അതിൻ്റെ ഇമേജ് സെറ്റ് റിയൽ നമ്പേഴ്സ് ആവുന്ന ഫംഗ്ഷനുകളാണ് കേട്ടോ നമ്മളിപ്പോൾ പറയുന്നത്. ഫോർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ്, ദ അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ്. എക്സിലെ എഫിൻ്റെ അപ്പർ ഡെറിവേറ്റീവിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ്. ആൻഡ് ദ ലോവർ ഡെറിവേറ്റീവ് ഓഫ് എഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി ലോവർ ബാർ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഡി ബാർ ഓഫ് d upper bar of f of x equal to limit h tends to 0 supremum of 0 less than mod t less than or equal to h f of x plus t minus f of x by t. നമ്മൾ സാധാ ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എങ്ങനെയായിരുന്നു ഇവിടെ മക്കളെ ഡിഫൈൻ ചെയ്യുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പർട്ടിക്കുലർ എച്ചിന് താഴേക്ക് മോഡുലസ് വരുന്ന എല്ലാ ടീകളും എടുക്കും. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? സുപ്രീമത്തിൻ്റെ ലിമിറ്റ് കാണും. അതാണ് നമ്മുടെ എന്താ പറയുക, അപ്പർ ബാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പർ ഡെറിവേറ്റീവ്. ലോവർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇതേപോലെ തന്നെ എല്ലാ ടീകളും എടുക്കും. അതിൻ്റെ ഇൻഫിമത്തിൻ്റെ ലിമിറ്റ് കാണുന്നതാണ് ലോവർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നോക്കുക. ലെബേക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരു ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ആണ് എങ്കിൽ, ഫംഗ്ഷൻ എഫ് ഈസ് മോണോട്ടോണിക് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, then it is differentiable almost everywhere on open interval AB. അതായത് ഓപ്പൺ ഇൻ്റർവൽ എ ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ, ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ മോണോട്ടോൺ ഫംഗ്ഷൻ എപ്പോഴും ഓൾമോസ്റ്റ് എവ്രിവെയർ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ് എന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡെഫിനിഷൻ കൂടിയുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമുക്ക് എല്ലാം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനിഷൻ പറയുന്നത് എഫ് പറയുന്നത് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമ്മൾ എഫിന് എന്ത് ചെയ്യാം? ഒരു ബി പ്ലസ് വണ്ണിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ ഫംഗ്ഷനെ. എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ബിയിലെ വാല്യൂ എന്താണോ അത് തന്നെ ബി പ്ലസ് വൺ വരെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ആണ്, ഡി ഐ ആണ് കേട്ടോ. ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ, അതിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ഡി ഐ എഫ് എഫ് സഫിക്സ് എച്ച് എഫ്, ഡിവൈഡഡ് ഡിഫറൻസ് എഫ് ആൻഡ് ദ ആവറേജ് വാല്യൂ ഫംഗ്ഷനെ നമ്മൾ എ വി സഫിക്സ് എച്ച്. ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് നമ്മൾ എഫ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ വിയിൽ ഇൻ്റഗ്രബിൾ ആവുന്ന ഫംഗ്ഷന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഒന്ന് ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ, അതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. അതേപോലെ ആവറേജ് വാല്യൂ ഫംഗ്ഷൻ എ വി എച്ച് എഫ് എന്ന് പറയുന്നത് 1/h ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ആണ്. ഇതാണ് രണ്ട് ഡെഫിനിഷൻസ്. അപ്പോൾ ഒരു നോട്ട് നമുക്കറിയാം അല്ലേ, നമുക്ക് സാധാരണ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയായിരുന്നു നോക്കുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ പറയും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഈ ലിമിറ്റിൻ്റെ വാല്യൂ ആയിരുന്നു നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. അപ്പോൾ ഈ ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷന് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് കൂടി കൊടുത്താൽ അതെന്താവും? നമ്മുടെ ഈ പറഞ്ഞ എഫ് ഡാഷ് ഓഫ് എക്സിനോട് ഈക്വൽ ആവൂലേ. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ എന്തിനോട് ഈക്വലായി മാറും? എഫ് ഡാഷ്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവിനോട് ഈക്വലായിട്ട് മാറും. അതേപോലെ നമ്മൾ ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ വി ആണ് കേട്ടത്. വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഈ ഡിവൈഡഡ് ഡിഫറൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ഇൻ്റഗ്രൽ
u2v ഡിവൈഡ് ഡിഫറൻസ് എന്താ വരിക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നിങ്ങൾ നോക്കിക്കേ, ഇൻ്റഗ്രൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വേണമെങ്കിൽ എക്സ് ടു വി എഫ് ബൈ എച്ച് അല്ലേ, മൈനസ് ഇൻ്റഗ്രൽ എക്സ് ടു യു എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് എഴുതിക്കൂടെ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇങ്ങനെ എഴുതാലോ. ഇതെന്ന് പറയുന്നത് എന്തിനോടേക്കുള്ള? ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് വി മൈനസ് ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് യു ആണ്. സോ നമ്മളെ ഡിവൈഡഡ് ഡിഫറൻസിനെ ഒരു ഇൻ്റഗ്രൽ യു ടു വി ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് വി മൈനസ് ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് യുവിനോട് ഈക്വൽ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് കൊറോളറിയാണ് കേട്ടോ. കൊറോളറി ഫോർ എഫ് ബി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ closed and bounded interval, closed interval AB. Then f dash is integrable over closed interval AB and integral a to b f dash is less than or equal to f of b minus f of a. എന്താണ് നമ്മുടെ കൊറോളറി പറയുന്നത്? എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബിയിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് എങ്കിൽ എഫ് ഡാഷ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞേ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ത് ചെയ്തു നമ്മൾ? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്ക് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലായിരുന്നു ഫംഗ്ഷൻ. എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? എഫിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് എഫിനെ ഞാൻ എ ടു ഒരു ബി പ്ലസ് വൺ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്കറിയാം ബി വരെ അതിന് എന്താണെങ്കിലും വാല്യൂസ് ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് ബിയിലെ വാല്യൂ തന്നെയായിട്ട് എന്ത് വെച്ചു? ആ ബി ടു ബി പ്ലസ് വൺ വരെ ഫംഗ്ഷൻ വാല്യൂ എന്തായിട്ട് വെച്ചു? നമ്മൾ എഫ് ഓഫ് ബീനെ തന്നെ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം അല്ലേ, മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻഡ് ഇൻ്റർവെൽസ് ആർ മെഷറബിൾ ആണ്. എപ്പോഴും മോണോട്ടോണിക് ഫംഗ്ഷൻ മെഷറബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറഞ്ഞു? എഫ് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസും എന്ത് തന്നെയാണ്? മെഷറബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഡിവൈഡഡ് ഡിഫറൻസ് എഫ് മെഷറബിൾ ആണല്ലോ. അപ്പോൾ ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ് ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് എച്ച്. അപ്പോൾ ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് തന്നെയല്ലേ. മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ മെഷറബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനും മെഷറബിൾ ആണ്. അപ്പോൾ മെഷറബിൾ ഫംഗ്ഷൻ ആണ് ഡിഫൈൻഡ് ഓൺ മെഷറബിൾ. എഫ് എന്ന് പറയുന്ന ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ് അല്ലേ. മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നമ്മുടെ ലെബേക് തിയറം പറഞ്ഞു, മോണോട്ടോണിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ആർ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാം. എഫ് ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ അതിൻ്റെ ഡിവൈഡഡ് ഡിഫറൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് അവിടെ എന്താണെന്നും പറയാം? സീക്വൻസ് ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ്. ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് മെഷറബിൾ ആണ്. അതായത് എച്ചിനെ നമ്മൾ വേരി ചെയ്യിച്ചു. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടൂലേ. ഞാൻ എച്ച് ആയിട്ട് എന്തെടുത്തു? 1/n എടുത്തു. അപ്പോൾ ഡിവൈഡഡ് ഡിഫറൻസ് 1 വിത്ത് റെസ്പെക്ട് ടു 1 കിട്ടും, 1/2 കിട്ടും, 1/3 കിട്ടും. അങ്ങനെ ഇഷ്ടം പോലെ ഡിവൈഡഡ് ഡിഫറൻസ് ഫംഗ്ഷൻ കിട്ടും. ഫംഗ്ഷൻ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് എപ്പോഴും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? നമുക്ക് എന്താണെന്ന് കിട്ടി? നോൺ നെഗറ്റീവ് മെഷറബിൾ സീക്വൻസ് ആണ് കിട്ടി.
ഇനി നമുക്കറിയാലേ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്ന എഫ് ഡാഷ് ഓഫ് എക്സിനോടല്ലേ കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീക്വൻസ് എന്ത് ചെയ്യും, പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യും എഫ് ഡാഷിലേക്ക്. അതായത് ആസ് എച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി, എച്ച് ആണ് നമ്മുടെ ഈ 1/n എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അല്ലേ, എച്ച് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ 1/n എങ്ങോട്ട് പോകുമ്പോൾ 0യിലേക്ക് പോകുമ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റും. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മുടെ 1/n എങ്ങോട്ടാണ് പോവുക, 0യിലേക്ക് പോവുക. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ത് ചെയ്യും, കൺവേർജിങ് ആണ്. അതെങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക, നമ്മുടെ എഫ് ഡാഷിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് ബൈ ഫാറ്റോസ് ലെമ്മ, ഫാറ്റോസ് ലെമ്മ എന്തായിരുന്നു നമ്മുടെ ഫാറ്റോസ് ലെമ്മ പറയുന്നത്, നമ്മുടെ ഫാറ്റോസ് ലെമ്മേൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാം. സീക്വൻസ് എഫ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ആണ്. സീക്വൻസ് എഫ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ ഇ ആണ്. സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻ ഓൺ ഇ. എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ ആണെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിട്ടിയില്ലേ, ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. അതെങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്, എഫ് ഡാഷിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ഫാറ്റോസ് ലെമ്മ നമുക്കറിയാൻ പറ്റും നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ആണ് ഇവിടെ അല്ലേ. ഇ എന്ന് പറയുന്നത് ഇവിടെ എ ടു ബി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി നമ്മുടെ എഫ് എൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഡിവൈഡഡ് ഡിഫറൻസ് 1/n എഫ്. അത് എഴുതി. ഇനി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, ഇൻ്റഗ്രൽ എ ടു ബി ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് 1/n എഫിനെ നമുക്ക് എന്ത് ആവറേജ് വാല്യൂ ഓഫ് 1/n എഫ് ഓഫ് ബി മൈനസ് ആവറേജ് വാല്യൂ ഫംഗ്ഷൻ കേട്ടോ 1/n എഫ് ഓഫ് ബി മൈനസ് ആവറേജ് 1/n എഫ് ഓഫ് എ. അപ്പോൾ നമുക്ക് ആവറേജ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടില്ലേ, ആവറേജ് ഇങ്ങനെയായിരുന്നില്ലേ ഡെഫിനിഷൻ, എച്ച് എഫ് ഈക്വൽ ടു 1/h ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ്, ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെ ആവറേജ് വാല്യൂ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതിൽ എന്ത് കൊടുത്തു, ഇവിടെ എന്ന് പറയുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ടു ബി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 1/n എഫ് മൈനസ് 1/n ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് 1/n എഫ് ഐ. അപ്പോൾ 1/1/n എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, അതെന്ന് പറയുന്നത് n ആണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് n ആയി, ഇതും എന്താണ് n ആണ്. n ഇൻറ്റു ഇൻ്റഗ്രൽ ബി ടു ബി പ്ലസ് 1/n എഫ് ഓഫ് ബി മൈനസ് ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് 1/n എഫ് ഓഫ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് ബി കോൺസ്റ്റൻ്റ് ആണല്ലേ, എഫ് ഓഫ് ബീനെ പുറത്തെടുക്കാം. അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കോൺസ്റ്റൻ്റ് വന്നാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അതിനെ പുറത്തെടുക്കും. നിങ്ങൾ ആ ടേം നോക്കുക, n ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ഇൻ്റഗ്രൽ ബി ടു ബി പ്ലസ് 1/n എഫ് ഓഫ് ബി ആണ്. ഇതിന് എഫ് ഓഫ് ബി പുറത്തെടുക്കുക, n ഇൻറ്റു എഫ് ഓഫ് ബി ആവും. ബാക്കി എഫ് വരുമ്പോൾ എന്ത് വരും, ബി പ്ലസ് 1/n മൈനസ് ബി പോവും, ഇതും പോവും. അപ്പോൾ ബാക്കി എന്നും പോവും, n ഇൻറ്റു 1/n പോകും. അപ്പോൾ അത് ബാക്കി എഫ് ഓഫ് ബി മാത്രം, എഫ് ഓഫ് ബി മൈനസ് n ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് എൻ എഫ് ഓഫ് എ. അപ്പോൾ ഇതിനെ നമുക്ക് എഫ് ഓഫ് ബി മൈനസ് ഇവിടെയും ഈക്വൽ ടു തന്നെയാണ് കേട്ടോ, എഫ് ഓഫ് ബി മൈനസ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണല്ലേ. അപ്പോൾ എന്തെന്ന് പറയാം, ഇവിടെ നമുക്ക് എഫ് ഓഫ് ബി മൈനസ് ഇത്രയും ടേംസ് കുറയ്ക്കുന്നതിലും ഒറ്റ ടേം കുറയ്ക്കുന്നതായിരിക്കില്ലേ എന്ത് പറയുന്നത് കൂടുതൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയും. അപ്പോൾ ഈ ഡിവൈഡഡ് ഡിഫറൻസിൽ ഏതൊരു 1/n എടുത്താലും നിങ്ങൾ നോക്കിയേ,
ഏതൊരു 1/n എടുത്താലും ഇതെപ്പോഴും എന്താണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എനെക്കാട്ടും കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സുപ്രീമോ എടുത്താലും എന്തായിരിക്കും, അത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എനെക്കാട്ടും കുറവായിരിക്കും. നമുക്കറിയാലേ ലിമിറ്റ് ഇൻഫിമം ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീം ആണ്. അപ്പോൾ നമ്മുടെ ഫാക്ടോസ് ലെമ്മ പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എ ടു ബി ഡിവൈഡ് ഡിഫറൻസ് ഫംഗ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫാക്ടോസ് ലെമ്മ പ്രകാരം ഇങ്ങനെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എ ടു ബി എന്തെന്ന് കിട്ടും, ഡിവൈഡ് ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് ഓഫ് എച്ച് എഫ് എന്ന് കിട്ടും. അത് നമുക്കറിയാം ഇത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇൻഫിമവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ അതിലും ചെറിയ സാധനമാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൊറോളറി പ്രൂവ് ചെയ്തു.